ചിക്കൻ കറി ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ ഉള്ളി മുറിച്ചത് നിങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട്. വെൽക്കം ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങളെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയാണ്. നമ്മളെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും കാണാം. ഇതിൽ ചേർത്ത് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഫ്രഷ് ആക്കിയിട്ടുണ്ട്. അതിന് കുറച്ച് ചിക്കൻ ഉണ്ട്, അതിന് കുറച്ച് നമ്മളെ പൊരിക്കാനും എടുത്ത് കണ്ടാ കാണുന്നില്ലേ. കുറച്ച് നമ്മൾ അത്ര ആളല്ലേ ഉള്ളൂ, അതുപോലെ അങ്ങനെ പീസാക്കിയിട്ട് പൊരിക്കാനും മസാലയൊക്കെ ആക്കി ചേർത്ത്. അതിലും നമ്മള് എങ്ങനെ വെച്ചാല് നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് നല്ലവണ്ണം നമ്മൾ ചിക്കൻ ഉപ്പ് പിടിക്കണമല്ലോ. ഞാൻ അങ്ങനെയാണ് പൊതുവെ ചിക്കൻ കറി ഉണ്ടാക്കല്. അങ്ങനെ നമ്മൾ മിക്സ് ആക്കി അതിൽ മഞ്ഞൾപ്പൊടി ഇല്ലേ, മഞ്ഞൾപ്പൊടി ഇട്ട് ഗരം മസാല പൊടിയും ഒക്കെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടാണ് അവിടെ വെക്കുക. കുറച്ച് നല്ലവണ്ണം പിടിക്കല്ലോ നമ്മൾ ചിക്കന്. അതേപോലെ നമ്മളെ പൊരിക്കാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാല് അതേപോലെ ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഗരം മസാല പൊടി ഇട്ട് പിന്നെ മുളക് പൊടിയും ഇട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ വെക്കും. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ നമ്മളിതാ ഉള്ളി നല്ലവണ്ണം വാടിക്കൊണ്ടിരിക്കും. നല്ലവണ്ണം വാടിയ ശേഷമാണ് നല്ലവണ്ണം വാറ്റിയ ശേഷമാണ് നമുക്കിതാ ഇത് കാണുന്നുണ്ടോ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചക്കറി. ഇത് എരിവുള്ളത് കൂടുതലായ നമ്മൾക്ക് എരിവ് അനുസരിച്ചിട്ട് കൊടുത്താൽ മതി. മക്കൾക്കൊന്നും എരിവ് പറ്റൂല, അപ്പോൾ അതിൻ്റെതായ 2 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു വെളുത്തുള്ളി, മുഴുവനായിട്ടുള്ള ഒരു വെളുത്തുള്ളിയും 2 പച്ചമുളക്. നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചി പച്ചമുളകും. എൻ്റെ ഒരു കയ്യിലാണ് ഫോണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇട്ട ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അത് ഞാൻ എത്രയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഇതുപോലെ അങ്ങനെ കണ്ടില്ലേ, നമ്മളെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ്. മീൻ അലമ്പാക്കാൻ വന്നിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഒക്കെ നമ്മൾ അതിലേക്ക് ചേർത്തട്ടോ. അതിന്റെ പേസ്റ്റ് നമ്മൾ അതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യണം. അതിലെടുത്ത് നമ്മൾ ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ നൈറ്റ് ആണ്. അപ്പോ പിന്നെ എന്താ വെച്ചാല് ഞാൻ ചോറ് വൈകിപ്പോയി. നമ്മൾ രാത്രി ഇക്കുന് ചോറാണ് വല്ലാത്തൊരു ഇഷ്ടം കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്ത് റേഷൻ അരിയാണ്. ഇപ്പൊ ഗ്യാസിൽ വെച്ച വേഗം പെട്ടെന്ന് ആവുമല്ലോ. കണ്ടില്ലേ, അത് ആവാറായിനി. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ചേർക്കാം. ഓക്കെ, തക്കാളി ഒരു 3 തക്കാളി കേട്ടോ. ഞാൻ തക്കാളി കൂടുതൽ ഇടില്ല. തക്കാളി ഞാൻ കൂടുതൽ ഇടാറില്ല. ചിക്കൻ കറിയിൽ ഞാൻ തക്കാളി കൂടുതൽ ഇടാറില്ല. ഏറ്റവും കൂടുതൽ ഉള്ളിയാണ് ഇടാറ്. ചെറിയ 3 തക്കാളിയാണ് കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. കുറച്ച് നല്ലവണ്ണം തക്കാളിയും ഉള്ളിയൊക്കെ അടിഞ്ഞ ശേഷം നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർക്കാം. പൊടികൾ നമുക്ക് ചേർക്കാം കേട്ടോ. കുറച്ച് ഞാനിത് അടച്ചു വെക്കിട്ട് അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ടൈം വരെ അടച്ചു വെക്കുന്നുണ്ട്. എന്നില്ലേ, അങ്ങനെ ഇതാ നമ്മളെ ചോറായട്ടോ. ചോറ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാ, നമ്മളിതാ തക്കാളി ഉള്ളിയും നമ്മൾ മസാലക്കൂട്ടിതാ നല്ലോണം ആടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് പൊടിക്കൈകൾ ചേർക്കണം അല്ലേ. പൊടി ചേർക്കണം. നമ്മളെ മുളക് പൊടി ഒക്കെ ചേർക്കണം. ഓക്കെ, അതിനിതാ നമ്മളിതാ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഒരു ഡബ്ബയാണ് ഉള്ളത്. അപ്പൊ അതിൽ നമുക്ക് ചേർക്കാം. ഓക്കെ,
ചേർക്കാൻ പോയാണ്. കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി അത്രയേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് എരിവായതുകൊണ്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. അതായത് കുട്ടികൾക്ക് എരിവ് വേണ്ട. 2 ടീസ്പൂൺ മല്ലിപ്പൊടി അത്രേ ഇടുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത്, കുരുമുളകും മൊത്തം എല്ലാം മിക്സ് ആക്കി പൊടിച്ചതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ അതെല്ലാം പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ എല്ലാം കൂട്ടൊക്കെ മിക്സ് ചെയ്യണ്ടേ. ഓക്കെ, ഇനി നമ്മൾ ചിക്കൻ ഇടണം. ഇതാ നമ്മളെ എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ചിക്കൻ ഇടാൻ പോവുകയാണ്. കണ്ടില്ലേ, ചിക്കൻ ഫ്രഷ് ആക്കി നല്ല മസാലയൊക്കെ ചേർത്തിട്ടുള്ള ചിക്കനാണ്. കണ്ടില്ലേ, ചിക്കൻ മൊത്തത്തില് എല്ലാം നമ്മുടെ ചിക്കന് മൊത്തം മസാല മൊത്തം പിടിക്കണം കേട്ടോ. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഇതൊക്കെ എല്ലാം ഇട്ട് മൊത്തത്തിൽ നല്ലവണ്ണം മിക്സ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് മൂടി വെക്കുക. ഒരു 3-4 വിസിലൂതിയ ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. കറി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിന് ക്ഷമ ചോദിക്കുന്നു. എന്താന്ന് പറഞ്ഞാല് നമ്മളങ്ങനെ ഫുഡിങ്ങിന്റെ റെസിപ്പി ഒന്നും അങ്ങനെ ഇടലില്ലല്ലോ, അതുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. അറിയുന്ന പോലെ നിങ്ങൾ പരമാവധി നമ്മളെ അറിഞ്ഞും കൊണ്ട് നമ്മളെ മനസ്സിലാക്കുക. അത് എനിക്ക് പറയാൻ. മൊത്തത്തിൽ ഇതാ കണ്ടില്ലേ, ചിക്കൻ മൊത്തത്തിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ചേർക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. കാണുന്നില്ലേ, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് എന്നാലും തക്കാളിയൊക്കെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. കണ്ടില്ലേ, ഇത് നമുക്ക് ആവശ്യത്തിന് ഇനി നമുക്ക് ഇത് നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി. ഒക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് കുക്കർ വെക്കാം കേട്ടോ. ഇതാ നമ്മളെ ചോറൊക്കെ വറുത്ത് കഴിഞ്ഞു കേട്ടോ. ചോറായതിന് നമ്മളെ ചിക്കൻ കറിയാണ് ആവേണ്ടത്. പിന്നെ നമ്മളെ പൊരിക്കേണ്ടത് ആ ചിക്കൻ ഇനി പൊരിക്കാൻ പോകുന്നുണ്ട്. അതും കൂടി ആയാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ചിക്കൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. ചിക്കന് പൊരിക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടി നമ്മളിതാ ഓയിൽ ചേർക്കണം അല്ലേ. ഗ്യാസ് അടുപ്പിൽ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടണ്ട, അതൊക്കെ പോയിനി. കുറെ കൊല്ലായി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ വാടക വീട്ടിലെത്തിച്ച് ഗ്യാസ് അടുപ്പ്. ഞാൻ അങ്ങനെ ഒപ്പിച്ച് പോവാ. ഇൻഷാ അള്ളാ വീടൊക്കെ ആവുമ്പോ നമുക്ക് അതൊക്കെ മാറ്റാം. അതൊന്നും നോക്കണ്ട, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് നിങ്ങൾ കമന്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ജയിച്ചിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതാ ഞാൻ ഓയിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ വെച്ചു. നമ്മൾ ഇതിൽ വെളുത്തുള്ളി കുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ മസാല പേസ്റ്റ് ആക്കിയത് ഇടാൻ വിട്ടുപോയി, അത് ഇട്ടിട്ടില്ല. അത് ഞാൻ വേഗം കറിക്കത്തിന് ഇട്ടുപോയി. പിന്നെ അതിൽ തന്നെ നമ്മൾ വെളുത്തുള്ളി കുത്തിയിടും. കറിവേപ്പിലുണ്ടെ അതും ഇടുക, പക്ഷെ കറിവേപ്പില ഇല്ല. ഇതാണ് അങ്ങനെ നമ്മളിതാ ചിക്കൻ ഇടാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇതാ കറി ആവാറായി. അങ്ങനെ നമ്മൾ ചോറായി. വെച്ചത് റെഡിയാവാൻ പോകുന്നു. റെഡിയാവാറായി. നോക്കട്ടെ. എന്താ വെച്ചാല് നമ്മളെ കുക്കറിന്റെ പൂവുന്നത് പോയി. അതാ പ്രശ്നം. വിസിലൂതുന്നത് പോയി. ഇത് ശരിയാക്കണമെന്ന് എപ്പോഴും വിചാരിക്കും, മറന്നുപോകും. അങ്ങനെ നമ്മളിതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അങ്ങനെ ഇതാ നമ്മള് പച്ചരിയാണ് പുലർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, അതിപ്പോ നമ്മൾ അരച്ചിട്ട് ദോശയാണ് ഇന്ന്. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ മുത്തുമണികളെ. ഇതാ നമ്മൾ മിക്സിയൊക്കെ കഴുകി നമ്മൾ ഇത് അരക്കാൻ പോവുകയാണ്. നമ്മളെ ഒരു തവണ അരച്ച് വയ്ക്കാണ്, അരച്ച് വയ്ക്കാനല്ലേ. രണ്ടാമത് പിന്നത് രണ്ടാമത് അരക്കാൻ പോവുകയാണ്. അങ്ങനെ രണ്ടാമതും നമ്മൾ വയ്ക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, അത് ചെറിയ നമ്മുടെ ചാറാണ് കേട്ടോ. ചെറിയ ചാറായത് നമുക്കത് രണ്ടാമത് എന്തായാലും ഒരു ഇതാ നമ്മൾ ദോശന്റെ മാവായി. ദോശന്റെ മാവായി വെച്ചിട്ടുണ്ട്. എന്താ നമ്മൾ ദോശ വയ്ക്കാറായി. മാവായി 3 ദോശ വെച്ചിട്ടുണ്ട്. 3 ദോശ അല്ലേ, 3 ദോശയാണ് ഞാൻ ഇതിൽ. ചിലപ്പോൾ ഒരു വലിയ ദോശയാക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ദോശയാക്കും. അങ്ങനെ ഇതാ കണ്ടില്ലേ, ദോശ മറിച്ചിട്ടോ അങ്ങനില്ലേ. പിന്നെ നമ്മളിത് ചിക്കൻ കറി ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു കൊണ്ടാ. ചിക്കൻ കറി ഇന്നലത്തെ ബാക്കിയുണ്ട്. അപ്പോൾ ആദ്യം അതിനായിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് ആക്കണ്ടല്ലോ, അതുകൊണ്ട് ആ കറി ഇന്ന് രാവിലത്തേക്ക് ഉണ്ടാവും. ഇനി നമുക്ക് ഉച്ചക്ക് നമുക്ക് തീരുമാനിക്കുന്നുണ്ടാവും. അങ്ങനെ ഇതാ നമ്മൾ ദോശ ചുട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ മുത്തുമണികളെ എന്നിട്ട് അതിനുശേഷം എൻ്റെ മക്കൾ വന്നിട്ട് പറയാ, സ്റ്റിച്ചും മിച്ചും വന്നിട്ട് പറയാ, നമുക്ക് ചെറിയ കുഞ്ഞി ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്കായിട്ട് വേറെ തന്നെ വേണം. അവർക്ക് ഈ ദോശയൊന്നും പോരാ, അവർക്ക് 1 2 കുഞ്ഞി ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അതിലെടുക്ക് കണ്ടില്ലേ നിങ്ങള്, 2 കുഞ്ഞി ദോശ, 1 മിച്ചുവിനും 1 അമീനും. അങ്ങനെയാണ് കൊടുത്തട്ടോ. സാരിക്കും മിച്ചുക്കും അമീനൊക്കെ കൊടുത്ത്. എന്താ അപ്പൊ അവർക്ക് ചായ, മിച്ചുമോൾ ഇപ്പൊ എഴുന്നേറ്റിനി. അപ്പൊ മിച്ചുമോക്ക് ചായ ഉണ്ടാക്കിയാണ്. ബാക്കിയുള്ളവരെല്ലോ മിച്ചുമോക്ക് ഇന്ന് മദ്രസയിലൊക്കെ പോവാൻ പറ്റിയിട്ടില്ല. സാരിക്ക് പിന്നെ രാവിലെ ചായ കൊടുത്തിരുന്നു. പിന്നെ മിച്ചുമോക്ക് വേണ്ടേ, അതുകൊണ്ട് നമ്മള് എന്താ തയ്യാറായിട്ടോ ദോശ. അങ്ങനെ ഇതാ ദോശ എടുക്കട്ടെ. നല്ലവണ്ണം ദോശ വേണല്ലോ. മിച്ചു സാരിയൊക്കെ തിന്ന്. അങ്ങനെ ഇതാ നമ്മള് കഴിക്കട്ടെ, കറി വിളമ്പട്ടെ. നമ്മളിതാ പുറത്തുനിന്നാന്ന് നാസ്ത കഴിക്കുന്ന കേട്ടാ. കണ്ടാ, ദോശ ചിക്കൻ കറി കണ്ടില്ലേ. ഇവിടുന്ന് നല്ല കാറ്റും കൊണ്ട് നാസ്ത കഴിക്കുക. കുട്ടികളൊക്കെ കഴിച്ചട്ടാ. ഇനി ഞാനും അമീനും ആണ്. കണ്ടാ, ചിക്കൻ കറിയും ചായയും കണ്ടില്ലേ. അങ്ങനെ മുത്തുമണികളെ നമ്മളിതാ മക്കൾക്ക് 2ആൾക്കും കൊടുത്ത് ഞാനും അമീനും മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് ഇതാ കാറ്റോട് കൂടിയിട്ട് ചായയും ദോശയും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കമൻറ്റ് അറിയിക്കണം തീർച്ചയായിട്ടും. ഇനി ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.